എന്താ എല്ലാരും ഇവിടെ? ഞാൻ വിളിച്ചിട്ട് വന്നതാണ്. കണ്ടിട്ടേറെ നാളായെങ്കിലും ഇവരെ ആരെയും അച്ഛൻ ഒരിക്കലും മറക്കാനിടയില്ല. തിരുമേനി. ദേവനാരായണൻ, ദേവൻ എന്ന് വിളിക്കാം. അന്നത്തെ ദേഷ്യത്തിൽ ഞാൻ ചില അബദ്ധങ്ങളൊക്കെ ചെയ്തു, അതൊക്കെ മറക്കണം. പരിഹാരമായിട്ട് മുതലാളി എന്തു വേണമെങ്കിലും ചെയ്യും. എത്ര രൂപ വേണമെങ്കിലും. എത്ര? 1 ലക്ഷം, 2 ലക്ഷം, 10 ലക്ഷം? എടോ, തന്റെ ഈ മുതലാളിയെ വിലക്കെടുക്കാനുള്ള കാശ് ഇന്ന് എന്റെ കയ്യിലുണ്ട്. പണം കൊണ്ട് വീടെടുക്കാവുന്നതല്ല എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ കുടുംബത്തിൽ. എങ്കിൽ ഇവിടുന്ന് പറയൂ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്നെ ഓർക്കണ്ട, എന്റെ മകളെ ഓർത്തെങ്കിലും. ഇവൻ നിരപരാധിയാണ്. നിരപരാധിയായ എന്നെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് കള്ളനാക്കാം. ചെയ്യാത്ത കുറ്റത്തിന് എന്നെ ജയിലിലിടാം, തല്ലിച്ചതയ്ക്കാം, അല്ലേ? ഞാനതെല്ലാം മറക്കാം. പക്ഷെ ഈ ഇരിക്കുന്ന മനുഷ്യനാരാണെന്നറിയോ? സ്വന്തം മകനെ കൺമുന്നിലിട്ട് പീഡിപ്പിക്കുന്ന കണ്ട് തളർന്നുപോയ എന്റെ അച്ഛൻ. ആ മനുഷ്യന്റെ തളർച്ച മാറ്റി എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്റെ പെങ്ങന്മാരുടെ തകർന്ന ജീവിതം തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? പട്ടികളെ! മകൻ കള്ളനാണ് എന്ന് ഇന്നും വിശ്വസിക്കുന്ന എന്റെ അച്ഛന്റെ മുന്നിൽ നിങ്ങളാണ് തിരുവാഭരണം മോഷിച്ചതെന്ന് പറയോ? റാസ്കൽ! എടാ, വിളിച്ചു വരുത്തി നാണം കെടുത്തിയാൽ നായിന്റെ മോനെ നിന്നെ ഞാൻ. ആരും ഒരു അക്ഷരം മിണ്ടരുത്. എടോ, തനിക്ക് എന്നോടുള്ള വിദ്വേഷം എന്താണെന്ന് എനിക്കറിയാം. കീഴ്ജാതിക്കാരന്റെ അപകർഷത. ഒരു സവർണ സ്ത്രീ 60 കഴിഞ്ഞ വൃദ്ധയാണെങ്കിൽ പോലും അവരെ വരെ പകയോടെ പ്രാപിക്കാൻ പോകുന്ന നിന്റെയൊക്കെ മനസ്സിലാണ്ട ജാതിയും ഐത്തവും. അന്ന് നീ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്റെ തീണ്ടൽ മാറാൻ 2 രൂപ കൊടുത്ത ഓർമ്മയില്ലേ? ഇന്ന് എണ്ണയ്ക്കൊക്കെ വില കൂടുതലാണ്. കൊണ്ടുപോയി കുളിക്കേ. നമ്പൂതിരി തൊട്ടാൽ കുളിച്ച് ശുദ്ധം മാറേണ്ടവൻ ഇന്ന് നീയാണ്. കാരണം നിന്റെ മനസ്സിലാണ് ഐത്തം. എന്നെ ഒന്നും ചെയ്യരുതേ. നീ വെറും ഡൂക്കിലി. നിനക്കൊള്ള ഞാൻ പണ്ടേ തന്നു കഴിഞ്ഞു. പോടോ. തിരുമേനി, ഇനി എന്നെ തല്ലല്ലേ. ഇത് തനിക്ക് പണ്ടേ കിട്ടേണ്ടതായിരുന്നു. എന്റെ അച്ഛൻ അന്നിത് തന്നിരുന്നെങ്കിൽ താൻ എന്റെ കുടുംബം കട്ടുമുടിക്കില്ലായിരുന്നു. തിരുമേനി ക്ഷമിക്കണം, അവിടുത്തെ മകൻ കള്ളനല്ല, തെറ്റ് ഞങ്ങളുടേതാ. അനുദേവ, തല്ലരുത്, തല്ലരുത്. അയ്യോ, എന്റെ മോനെ തല്ലരുത്. എന്താ പറഞ്ഞത്? എന്നെ ഇവന്മാർ ഇവിടിട്ട് തല്ലി ചതച്ചപ്പോൾ ഇതിനേക്കാൾ ഉച്ചത്തിൽ എന്റെ അച്ഛനും അമ്മയും പെങ്ങന്മാരും നിലവിളിച്ചില്ലേ? പൊട്ടിക്കരഞ്ഞില്ലേ? കള്ളൻ കള്ളൻ എന്നിവന്മാർ എന്നെ കുറിച്ച് അലറിയപ്പോൾ നിങ്ങളുടെ നിലവിളികൾ ആരും കേട്ടില്ല. നാട്ടുകാരും പോലീസുകാരും കോടതി മുറി വരെയും ആ ശബ്ദം കേട്ടില്ല. എന്റെ അച്ഛന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ വരെ അതിന്റെ മാറ്റിൽ ചെന്നെത്തിയില്ലേ? ഇറങ്ങിപ്പോടാ കള്ള എന്ന അച്ഛൻ എന്നോട് പറഞ്ഞില്ലേ? അന്ന് ചങ്ക് പൊട്ടി ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ കുറിച്ചിട്ടതാണ്, എന്റെ അച്ഛന്റെ മുന്നിൽ മാത്രമെങ്കിലും ഞാൻ കള്ളനല്ല എന്ന് തെളിയിക്കേണ്ട ഈ മുഹൂർത്തം. വേണ്ട, നീ വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. ഇതിന്റെ ഉടമയായ നിന്റെ ഭർത്താവിനെ രക്ഷിക്കണമെന്ന് പറയാൻ അല്ലേ? രാധേട്ടൻ പാവാണ്, അറിയാതെ. എനിക്കെല്ലാം അറിയാം. നിന്റെ അച്ഛനടക്കം എന്നോട് കാണിച്ച ക്രൂരത നിനക്കറിയാമല്ലോ. എന്നെ ശിക്ഷിച്ച അതേ നാണയത്തിൽ തന്നെ അവരെ ശിക്ഷിക്കാൻ ഇന്നെനിക്ക് കഴിയും. പക്ഷെ അതോടൊപ്പം നിന്നെ വേദനിപ്പിക്കാനും എനിക്ക് വയ്യ. കൊണ്ടുപോയിക്കൊള്ളൂ, നിന്റെ ഭർത്താവിനൊന്നും വരില്ല. നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടില്ലല്ലോ. ഇവൾ എന്റെ പഴയ ആശുതി. മനസ്സിലായി. ഇത് ഞാൻ വേലി കഴിക്കാൻ പോകുന്ന നിർമ്മല. അച്യുതി, ഇരിക്കൂ.
ഇല്ല, ഉടനെ വീട്ടിലെത്തണം. അവരെല്ലാം വിഷമിച്ചിരിക്കുകയാണ്. ഞാൻ വരാം. അശ്വതി, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞാനെല്ലാം അറിഞ്ഞു ദേവേട്ട. എനിക്ക് സന്തോഷായി. കണ്ടപ്പോ എന്നെ ഓർമ്മിക്കുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. ഞാൻ എങ്ങനെയാ നിന്നെ മറക്കുക? ഒരു ഫാമിലിക്ക് ഇത്രയും വലിയ വീടെന്തിനാ? കൂട്ടുകുടുംബമായിരുന്നില്ലേ മുമ്പ്? ഒരുപാട് പേര് കാണും. അന്ന് അത് ആവശ്യമായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? എന്റെ ഒരു സ്വപ്നം അല്ലെങ്കിൽ വാശി. അച്ഛന്റെ അമ്മയുടെയും സമ്മതവും അനുഗ്രഹവും വാങ്ങിക്കണം. എന്നിട്ട് മതി ഇവിടെയൊക്കെ വൃത്തിയാക്കലും മൂടികൂട്ടലും ഒക്കെ. ചെല്ലു. നേരിൽ കണ്ടില്ലെങ്കിലും ആ അമ്മയെ എനിക്കറിയാം. അവർ സമ്മതിക്കും. അപ്പോഴേ എനിക്ക് സമാധാനാവും. പ്ലീസ്. ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കാനും മറ്റും ജോലിക്കാരോടും മേസ്ത്രിയോടും വരാൻ പറഞ്ഞിരുന്നു ഞാൻ. ഞാനിരിക്കാം ഇവിടെ. ആ, നീ ഇവിടെ നിന്നാലെങ്ങനെ? ഞാൻ അന്വേഷിക്കാത്ത സ്ഥലമില്ല. കാര്യമില്ലടോ. ആ തെളിവുകളൊക്കെ ഞാൻ കൈവിട്ടു. തമാശ പറയാതെ. കാര്യമായിട്ട് അവരത് നശിപ്പിച്ചു കാണും. ഓഹോ, എന്ന് വെച്ചാൽ നീയും അവന്മാരുടെ കൂടെ ചേർന്നു. സവർണ മേധാവിത്വവും പഴയ ജന്മിത്വവും വാഴിക്കാനാണല്ലോ അവന്മാരുടെ ശ്രമം. നിന്റെ ഉള്ളിൽ ഇപ്പോൾ അതാണല്ലേ? ഡോഡോ, താൻ ചൂടാകണ്ട. ഒരു സ്നേഹിതൻ എന്ന നിലയിൽ എന്റെ നിരപരാധിത്വം തെളിയിക്കാനാണ് ഇയാൾ ഉത്സാഹിച്ചെങ്കിൽ അത് സാധിച്ചു. അല്ലാതെ തന്റെ രാഷ്ട്രീയ മുതലെടുപ്പിന് എന്നെ കരുവാക്കാനാണ് ശ്രമിക്കുന്നെങ്കിൽ അതിന് എന്നെ കിട്ടില്ല. ഞാൻ പൊളിറ്റീഷ്യൻ അല്ല. താൻ ഇപ്പോഴത് പറയും. വർഷങ്ങളോളം കേസിൽപ്പെട്ട് കിടന്ന ഈ ഇല്ലം ഞാൻ വീണ്ടെടുത്ത് തന്നില്ലേ? ചെയ്ത ഉപകാരത്തിനുള്ള ഈ കൂലി ആദ്യമേ ഞാനത് കാശായി തന്നിട്ടുണ്ടല്ലോ. പലരോടും കൈനീട്ടി വാങ്ങുന്ന താനത് മറന്നോ? ദേവൻ, ഞാൻ വിചാരിച്ചാൽ ഇവിടെ ചിലതൊക്കെ നടക്കും. ഒരു ചുക്കും ചെയ്യില്ല. എന്റെ കയ്യിൽ പണമുള്ളിടത്തോളം കാലം. അതുണ്ടാക്കാൻ ഞാൻ ചെയ്ത കൃത്യങ്ങൾ ഓർക്കുമ്പോൾ ഈ അറുമുഖനും കൂട്ടരും ചെയ്ത തെറ്റുകൾ നിസ്സാരമാണ്. എനിക്ക് പൊറുക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് നാട്ടുകാരുടെ പണം അറുമുഖനെ പോലുള്ള മൂരാഴ്ചകൾ കട്ടുമുടിക്കുന്നത് സർക്കാർ കൈയും കെട്ടി നോക്കി നിൽക്കണം അല്ലേ? ജനങ്ങൾ നന്നാകണം. മതേതരത്വം ഘോഷിക്കുന്ന ഈ നാട്ടിൽ നിന്റെ പ്രസംഗം എനിക്ക് കേൾക്കണ്ട. എന്റെ പൊളിറ്റിക്കൽ കരിയറിൽ ഒരു ചവിട്ടുപടിയാണ് നീ ഇല്ലാതാക്കിയത്. നിനക്ക് കാണിച്ചത് കുറെ അധികം കണ്ടിട്ട് തന്നെയാടാ ഞാനും വന്നിരിക്കുന്നത്. തൊഴിലാളിയുടെയോ മുതലാളിയുടെയോ ഏത് മതക്കാരുടെയോ ഏത് വിഭാഗക്കാരുടെയോ ഏത് പാർട്ടി ഇവിടെ ഭരിച്ചാലും കോറിന് കുമ്പിളി തന്നെ കഞ്ഞി. നീ എന്നല്ല ഒരു രാഷ്ട്രീയക്കാരൻ വിചാരിച്ചാലും എന്നെ ഒരു പുണ്ണാക്കം ചെയ്യാനൊക്കില്ല. നിന്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന തണ്ടമാരെ വരെ വിലക്ക് വാങ്ങാനുള്ള പണം ഇന്നെന്റെ പോക്കറ്റിലുണ്ടടാ. ദേവാ, പോടാ പുല്ലേ. ഒരു ദിവസമെങ്കില് ഒരു ദിവസം നഷ്ടപ്പെട്ട വല്യയിലും തിരിച്ചെടുത്ത് ഐശ്വര്യം നിറഞ്ഞിരുന്ന ആ പഴയ കാലത്തിന്റെ ഓർമ്മ ഒന്ന് പുതുക്കി ജീവിക്കാനാണമ്മേ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടത്. ഞാൻ തിരിച്ചു വന്നത് അമ്മയുടെ ഈ മോനെ അമ്മ ഊട്ടിയതും ഉറക്കിയതും നാവൂർ പാടിച്ചതുമെല്ലാം നന്മയും ഐശ്വര്യം വരാനല്ലേ അമ്മേ?